ഹലോ മൈ ഡിയേഴ്സ്, ചീമച്ചക്ക കൊണ്ടുള്ള അടിപൊളി ഒരു തീയലിന്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇപ്പൊ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനാവശ്യമായിട്ട് ഞാൻ 2 ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. 2 വേണമെന്നില്ല, ഒന്നായാലും കുഴപ്പമില്ല. കണ്ടില്ലേ? ഇനി ഇത് ഇതുപോലെ നടുവേന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പീസാക്കി എടുത്തു വെക്കാം. ഇതാ കണ്ടില്ലേ? ഇതുപോലെ 2 പീസാക്കുക. ഇതിന്റെ നടുക്ക് ഒരു വെളുത്ത പാല് പോലെയുണ്ട്, അതൊക്കെ നമുക്ക് തുടച്ചു കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റാം. തൊലിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എല്ലാം ഇതുപോലെ നമുക്ക് കളഞ്ഞ് കൊണ്ടുവരാം. കണ്ടില്ലേ? ഇതുപോലെ പീസാക്കി വെക്കുക. ഇനി ഇതിനെ ക്യൂബ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റ് ആണ് തീയൽ കറിക്ക്. ഇത് തോരനും കൂടി ഉണ്ടാക്കും. നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന പോലത്തെ ടേസ്റ്റ് ആണ് ഇതിന്. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഈ പീസാക്കിയ ചീമച്ചക്കയൊക്കെ നമുക്ക് ഇതിലോട്ടേക്ക് ഇടാം. അതിന്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇതിന്റെ കൂടെ തന്നെ മുളക് പൊടിയും ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് വറുത്തെടുക്കാം. കണ്ടില്ലേ? നല്ല പോലെ ബ്രൗൺ ഇതുപോലെ ആയിരിക്കണം. നല്ല ബ്രൗൺ ആക്കി വറുത്തിട്ട് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. തീയലിനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പച്ചയ്ക്ക് അതുപോലെ നമുക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. അതിന്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കാം. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ചീമച്ചക്ക വേഗം വേവുന്നതാണ്. ഇനി ഉരുളക്കിഴങ്ങ് ഇതിന്റെ കൂടെ ഇടണം എന്നില്ല, അത് ഓപ്ഷണലാണ്. അങ്ങനെ ചീമച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് തീയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തേങ്ങയും കുരുമുളകും പിന്നെ കരിവേപ്പിലയും അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. നല്ല പോലെ വറുത്തെടുക്കണം. ഇതാ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ജീരകവും മല്ലിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിന്റെ ജാറിലോട്ടേക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആ അരപ്പൊക്കെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളും എല്ലാം വെന്തു. ഇതാ കണ്ടില്ലേ? നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾക്ക് അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ. തേങ്ങ വറക്കേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേഗം ആവേ. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് പുളിയും വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറിയൊക്കെ തിളയ്ക്കുമ്പോൾ പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അങ്ങനെ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് കരിവേപ്പില ഉള്ളിയും നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തിട്ട് ഈ കറിയിലോട്ടേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.